സഫാനിക്ക എമർജൻസി സാഹചര്യത്തിൽ സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കേട്ടല്ലോ. ചെറുതായിട്ട്. എന്തായാലും അസ്നയ്ക്ക് കൊടുത്ത ഓപ്ഷൻ അത് വണ്ടർഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. അസ്ന അത് പാടി നല്ല മാർക്സും സ്കോർ ചെയ്തു. അപ്പം ഇന്ന് ഇഷൽ ഹബീബി എന്ന റൗണ്ടിലാണ് വന്നിട്ടുള്ളത്. സഫാന്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ട പാടി തകർക്കണമെന്ന് തോന്നിയിട്ടുള്ള പാട്ട് ഏതാ? ഈ പാട്ട് സത്യത്തിൽ 1949 വാഴപ്പള്ളി മുഹമ്മദ് എന്ന് പറഞ്ഞൊരു കവി രചിച്ച് 1955 ഇവിടെ VM കുട്ടി മാഷ് സംഗീതം ചെയ്ത് പിന്നീട് റേഡിയോ സ്റ്റേഷനിലും അതേപോലെ 1960 HMV റെക്കോർഡിന് വേണ്ടി പാടിയ പാട്ടാണ്. അത് പിന്നീട് തരംഗമായത് 1983 തരംഗിണി കാസറ്റിന് വേണ്ടി ദാസേട്ടൻ പാടിയപ്പോഴാണ്. ഈ പാട്ട് സംകൃത പമകരി തങ്കത്തുങ്ക തതിങ്കിണ. അപ്പോൾ ഈ പാട്ടിനെ സംബന്ധിക്കുന്ന ഒരു എൻസൈക്ലോപീഡിയ അതാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടതും കേട്ടതും ഒക്കെ. അപ്പൊ സഫാന്റെ വേർഷനിലാണ് നമ്മൾ ആ പാട്ട് ഇപ്പൊ കേൾക്കാൻ പോകുന്നത്. അടിച്ചു പൊളിക്കുക സഫാനെ. ഓക്കെ, ഗുഡ് ലക്ക്. താങ്ക് യു. പമകരി തങ്കത്തുങ്കത്ത തിങ്ങിണ തിങ്കൃത തിമികിടമേളം തകതന്തരി സരിഗമ തങ്കട ജൊത്ത തിന്തിങ്കിണ തിന്തിമി താളം കൃത താളം സംകൃത പമകരി തങ്കത്തുങ്കത്ത തിങ്കിണ തിങ്കൃത തിമികിടമേളം തകതന്തരി സരിഗമ തങ്കട ജൊത്ത തിന്തിങ്കിണ തിന്തിമി താളം കൃത താളം ൊടെ തിരു സ്വർഗനഗർക്കെ കഞ്ചത്തെ സുന്ദര ഹോരുന്നിസ ചിത്രമൊത്തൊരു കഞ്ചത്തെ പിൻകതിരോനോ വിൻ പഴങ്കതിരോൻ മുഞ്ചത്തെ പിന്തിടുൾ മുടി വര സംഗതി കൊണ്ട് തഞ്ചത്തെ ഉണ്ണുന്നേ മുടി വണ്ടിറകൊത്തകരപ്പു വരപ്പും മിന്നുന്നേ മുടങ്ങിട്ട ഗുണിത്തത് കെട്ടഴിച്ചിട്ടാൽ പിന്നുന്നേ അണപ്പെടുൾ മടപ്പാടി വരസുത്ത കമനിൽ വള്ളവൊത്ത മികാനുസാല പൊട്ടത്തലി ബദൽ മട്ടത്തിൽ മുഖം തകതകജൻ തങ്കത്താതിങ്കീണ കൃതി കീട സംസരിതം കില്ലത്തകടീമി താളം കൃത ചുംചുമൃതം സ്വർഗത്തലമിലെ പല ധുനി കള്ളിച്ചിരി കുഴലികൾ സംകൃത പമകരി തങ്കത്തുങ്കത്താതിങ്കി തിങ്കൃത തിമികിടമേളം തകതന്തരി സരിഗമ കിടജത്ത തിന്തിങ്കീണ തിന്തിമി താളം കൃത താളം മലക്കുടി ചെമ്പിപ്പിടിയോ കാവിൽ തടും ഇമ്പമുള്ള അതിശയവാക്കും തിരുച്ചെഞ്ചലിൽ മികവർണ്ണപ്പെട്ടേ വട്ട സുറുമക്കണ്ണ കൊഞ്ചിച്ചരിച്ച വിട്ടും നോക്കും പൊൻപവിഴം വെച്ചുണ്ടും മുത്തണി വത്ത വീതമ്പല്ലും അമ്പുടെ കണവാർന്ന മൂക്കും മനം പൊങ്ങിടും ജിനവലി യുഗ്രശങ്കും നാണിക്കുന്നേ സംകൃത ധ്വനി രസവാക്കും ും കരണക്കണ്ണി ചൊരിത്തിട്ടെ എമ്പിടും മഹവീതി കരിമച്ചെപ്പുക വിത്തിട്ടെ സമ്പ്രദായമോ കുഞ്ഞിക്കിണ്ണമ വട്ടം ചുട്ടിട്ടെ സാരസ കനിയുർമ്മ പഴമോ മുലിയും മുത്തിട്ടെ ചെപ്പാനെ വള്ളും കക്കിടമോ ചരിയാ തുലയാതെ നിൽപ്പാനെ
കാര്യം എപ്പോഴും ഇപ്പടി കപ്പില മത്പിടി വെൽപ്പാനേ കൊത്തിയാലെ കാമലിളകിടും സുത്ത പളുത്ത മസുവസ്ത പത്രമോവായ ഒട്ടത്തൊരേ തട്ടിട്ടൊരു പിടി തകതകജം തങ്കത്താ തിങ്കിണ കൃതി കീട സംസരിതം കില്ലത്താകൃതിമിത്താളം കൃത ചുംചുമൃതം സ്വർഗത്തലമിലെ പല ധ്വനി കളിച്ചിരിക്കുള്ള ലീഗ സംകൃത പമകരി തങ്കത്തുങ്ക തിങ്കിണ തിങ്കൃത തിമികിട മേളം തകതന്തരി സരിഗം തക്കിടജത്ത തിങ്കിണ തിന്തിമി താളം കൃത താളം സംകൃത പമകരി തങ്കത്തുങ്ക തിങ്കിണ തിങ്കൃത തിമികിട മേളം തകതന്തരി സരിഗമ തക്കിടജത്ത തിങ്കിണ തിന്തിമി താളം കൃത താളം സംകൃത പമകരി തങ്കത്തുങ്ക തിങ്കിണ തിങ്കൃത തിമികിട മേളം തകതന്തരി സരിഗമ തക്കിടജത്ത തിങ്കിണ തിന്തിമി താളം കൃത താളം. സഫാനെ എന്തോ എന്തായിരുന്നു ഇവിടെ പെർഫോമൻസ് അല്ലേ? പുതിയ സ്റ്റെപ്സിന്റെ ഒക്കെ ന്യൂ ലോഞ്ച് കൂടി ഇന്നിവിടെ കണ്ടു. പിന്നെ സഫാനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇന്ന് ഹൗസ്ഫുള്ളാണ് കേട്ടോ. ഇന്ന് നമ്മുടെ ഓഡിയൻസ് ശരിക്കും ഹൗസ്ഫുള്ളാണ്. സഫാന്റെ ഉമ്മ നല്ല പട്ടുസാരിയൊക്കെ എടുത്ത് നല്ല കളറായി സ്റ്റൈലായിട്ടുണ്ട്. ചരിത്രമുണ്ട്. ആ സാരിക്കും ചരിത്രമുണ്ട്. സാരിക്കൊരു ചരിത്രമുണ്ട്. 21 വർഷം പഴക്കമുള്ള സാരിയാ. ഉമ്മയുടെ കല്യാണ സാരി ഞാൻ ജനിച്ചിട്ട് ആ ചടങ്ങിന് വാങ്ങിച്ച സാരി. ഓഡിയൻസിന്റെ കൂട്ടത്തിൽ ഒരു എമർജൻസി ലീവിന് വന്ന ഒരാള് ഈ പരിപാടി കാണാൻ വന്നിട്ടുണ്ട്. സഫാന്റെയും പട്ടുറുമാലിന്റെയും ഒക്കെ വലിയ ആരാധകനാണ് പുള്ളി. എൻ്റെ പിതാശ്രീ ശ്രീമാൻ നൂർദീൻ. അപ്പോൾ എൻ്റെ ഉപ്പയാണ്. ഉപ്പ ഇഷ്ടപ്പെട്ടോ സഫാന്റെ പെർഫോമൻസ്? കൊള്ളാം അല്ലേ? അപ്പോൾ കുറേ പേര് ചോദിച്ചു ഉപ്പ നാട്ടിൽ വരൂ, ഇവിടെ ഇല്ലേ, കുറേ കൊല്ലമായോ? അപ്പോൾ അതെ, ഇതാണ് അദ്ദേഹം. ഓക്കെ, എൻ്റെ ഉമ്മയുടെ പേര് നൂർജഹാൻ എന്നാണ്. നൂർജഹാൻ നൂർദീൻ, അതാണ് ഇവര് പേര്. പ്രകാശമാണ്, പ്രകാശം. അതെ, പ്രകാശം. ശരി, അപ്പോ സന്തോഷായില്ലേ? ഒരു ഇന്റർനാഷണൽ ട്രാവൽ കഴിഞ്ഞ് വന്ന ഒരാളെ ഞാൻ കൊണ്ടിരുത്തിയിട്ടുണ്ട് ഇവിടെ. ശരി, അപ്പൊ സഫാനെ പാട്ട് എങ്ങനെ കളറാക്കി പൊളിച്ചടക്കി കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മുടെ റോക്കിംഗ് സ്റ്റാർ അൻവർക്ക പറയുന്നതായിരിക്കും. സഫാനെ ഉഗ്രനായിട്ട് പാടി, അടിപൊളിയായിട്ട് പാടി. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ലിറിക്സ് അല്ലേ? കറക്റ്റ് കൃത്യമായ ലിറിക്സ് ഇവിടെയൊക്കെയാണ്. കാരണം പലരും എന്തൊക്കെയോ ഈ പാട്ട് കാലങ്ങളായിട്ട് ഒരുപാട് പാട്ടുകാർ പാടി കേട്ടിട്ടുണ്ട്. പക്ഷെ പലരും ഇതിൻ്റെ കറക്റ്റ് ലിറിക്സ് പാടില്ല, അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ പാടി അങ്ങ് വിടുകയാണ്. അതൊന്നും ഇല്ലാണ്ട് കൃത്യമായിട്ട് ഇതിൻ്റെ ലിറിക്സ് കൃത്യമായിട്ട് പഠിച്ച് പാടിയതിന് വലിയ സന്തോഷമുണ്ട്. താങ്ക് യു. പിന്നെ എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് ഒരു ഇൻസിഡൻറ്റ് ഒരു എൻ്റെ ഗാനമേള ലൈഫിൽ ഞാൻ പലപ്പോഴും അനുഭവിച്ച ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ജി വേണുഗോപാൽ സാറ്, പിന്നണി ഗായകൻ. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രോഗ്രാമും, അത് ക്ഷേത്രമായാലും ശരി, പള്ളിയായാലും ശരി, ചർച്ചായാലും ശരി, ഇനിയിപ്പോൾ ഫൈൻ ആർട്സ് പ്രോഗ്രാം ആയാലും ശരി, എവിടെ പ്രോഗ്രാം നടത്തിയാലും അദ്ദേഹം ഏറ്റവും അവസാനം കലാശക്കൊട്ടായിട്ട് പാടുന്നത് ഈ പാട്ടാണ്. കാരണം ഞാൻ കുറേയധികം നാൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സപ്പോർട്ടിങ് സിംഗറായിട്ട് തമിഴ് പാട്ടുകൾ പാടാൻ പല വേദികൾ അദ്ദേഹത്തോടൊപ്പം പോയിട്ടുണ്ട്. ഒരുപാട് പേര് ഇതൊക്കെ നല്ല റീമിക്സ് ഇറക്കിയിട്ടുള്ള ഒരു ഉഗ്രൻ പാട്ടാണ്. അതാണ് മക്കൾ ഇവിടെ കൃത്യമായിട്ട് വരികൾ, അക്ഷരങ്ങൾ തെറ്റാതെ പാടി ഫലിപ്പിച്ചത്. നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. മുന്നോട്ട് പോകും. താങ്ക് യു സോ മച്ച്. സഫാൻ എന്ന സിംഗറിനപ്പുറം സഫാൻ എന്ന പെർഫോമറെ കണ്ട ഒരു എപ്പിസോഡ് കൂടിയായിരുന്നു ഇന്നത്തേത്. ശബ്നത്തിന് കുറെ പറയാനുണ്ടായിരുന്നു. അല്ല, അത് മിക്കപ്പോഴും അങ്ങനെ തന്നെയല്ലേ, പെർഫോമർ വൈസ് ലൈക്ക് ഒരു സിംഗറും പെർഫോമറും കൂടെയാണ് സഫാൻ. മിക്കതിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, സാധാരണ മൈക്കിൾ ജാക്സൺ പോലും സൈഡ് വൈസേ ഞാൻ കണ്ടിട്ടുള്ളൂ മൂൺ വാക്ക്. നീ ഫ്രണ്ടിലോട്ട് ചെയ്ത് കളഞ്ഞ സഫാനെ, ഭയങ്കരമായി പോയത് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് പാട്ട് പാടി, ഒന്നും പറയാനില്ല. ഒരുപാട് സന്തോഷം. കലാശക്കൊട്ട് തകർത്തു. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. നല്ല കിടിലൻ കമന്റ്സ് ഒക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.